മാമോ മാമോ ഈ പെട്രോളിന്റെ ഒക്കെ വിലയെ ഇങ്ങനെ കേറി കേറി പോയാൽ എങ്ങനാ? ഈ പെട്രോളിന്റെ വില കേറി കേറി പോണത് മാത്രമേ നീ അറിയുന്നുള്ളൂ, കുറയണത് അറിയുന്നില്ലേ? അല്ല, കുറയുന്ന അറിയുന്നുണ്ട്, എന്നാലും കേറ്റത്തിനാണല്ലോ ഒരു വില. അത് ശരിയല്ല. ചായ 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 കൊണ്ടുപോടി, കൊണ്ടുപോവാ. നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കായിരുന്നാ? അതെ, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന 2 വയോധികമാർക്ക് ചായ കൊണ്ടുവരാന്ന് വിചാരിച്ച ഞാൻ ആരായി? അയ്യോ, മാമനെ വിളിച്ച കേട്ടോ, എന്തോന്ന് വയോധികനെന്ന്. അയ്യോ, അപ്പുറത്തല്ല, 2 വയോധികന്മാർ. എന്നെയും കൂടിയോ? അതെ, ഞാൻ ക്രോണിക് ബാച്ചലർ ലേഡി, കല്യാണം പോലും കഴിച്ചിട്ടില്ല. അത് കയ്യിരിപ്പ്, അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇന്നത്തെ യുവതലമുറയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ രാഷ്ട്രീയത്തെ പറ്റി എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല. ഇല്ല. അതായത് മാമ, ഈ നമ്മളെ പോലത്തെ ജനറേഷൻ ഈ പണിയെടുക്കാതെ ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിട്ട് എല്ലാ മാസവും പെൻഷൻ തരുന്ന ആരാണോ അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇതേപോലത്തെ പാഷാണങ്ങൾ ജീവിച്ചിരുന്നാ മതി, ലോകത്തുണ്ടാവും. രാഷ്ട്രീയവാദികള് ഇങ്ങോട്ട് വിളിച്ച് എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ രാഷ്ട്രീയവാദി അല്ലേ? ഞാൻ പോണു. അയ്യോ മാമോ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഷേവ് ചെയ്യാൻ വിട്ടുപോയി. മീശ എടുക്കാൻ പോണ? മീശ എടുക്കാനോ? പിന്നെ താടി ഷേവ് ചെയ്യാൻ. താടി വളർന്നില്ലല്ലേ എന്റെ മാമ? അതെ, നമ്മൾ ചെറുപ്പം നിലനിർത്തണമെങ്കിൽ ഡെയിലി ഷേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു നരകൾ വരും. ഡെയിലി ഷേവ് ചെയ്യാം. പിന്നെ ഓക്കെ, പിന്നെ പറ്റിയ സാധനം. പണ്ടൊക്കെ ഒരു ബുൾസ കിട്ടണമെങ്കിൽ ആരെയൊക്കെ കൈയും കാലം പിടിക്കണമെന്ന് അറിയാം. ഇപ്പൊ അടുക്കള പറഞ്ഞ എന്റെ ലൈഫം എനിക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയേക്കും. എന്റെ ബുൾസ ഇത് മഞ്ഞക്കൊരു മാത്രം ഇങ്ങനെ എടുക്കാം. അടിച്ചു മോളെ, അടിക്കും. നിന്റെ കയ്യിരിപ്പിനല്ലേ നിനക്ക് ഒരെണ്ണം കിട്ടണം. അറിയ നിന്നെ അടിച്ച? എടി എന്നെ അടിച്ചല്ലേ, കോൾ അടിച്ചെന്ന്. കോൾ അടിച്ച? എന്തോന്ന് കോള്? ഡേ, കന്യക മാഗസിനിലില്ലേ, അതില് കവർ പിക്കായിട്ട് എന്നെ തെരഞ്ഞെടുത്തടി. നോട് പറ. ഡി, മാഗസിനിൽ എന്നെ തെരഞ്ഞെടുത്തെന്ന്. ആരാ നിന്നെ പറ്റിച്ച്? നീ പറ്റിച്ചെന്നല്ല, ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ ഇപ്പൊ എനിക്ക് കോൾ വന്നതേ ഉള്ളൂ. ഡി, കഴിഞ്ഞ വർഷം മലയാളി മങ്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്ത ഓർമ്മയുണ്ടാ? നീ മറ്റേ ജീൻസ് ടോപ്പ് ഇട്ടോണ്ട് പോയല്ലേ? ജീൻസ് ടോപ്പ് ഇട്ടോണ്ട് പോയാ നിന്നെ പറ്റിക്കാനല്ലേ. അതിനെനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ, സാരിയൊക്കെ കൊടുത്ത് സെറ്റ് ആയിട്ട് വന്നത്. അതിന് ആ ടീമുകാരാണ് വിളിച്ചിരിക്കുന്നത്. 1 വർഷം മുമ്പേ നിന്നെ കണ്ടിട്ട് വിളിച്ചേ? നിന്റെ ഇപ്പോഴത്തെ കോല അവര് കണ്ടിട്ടുണ്ടെങ്കിൽ? കുറെ നാളായി അവരെന്നെ കണ്ടിട്ട്. നീ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ തന്നെ അവർ റിജക്ട് ചെയ്യും. പിന്നെ കവർഗാളായിട്ടല്ല, അടിച്ചു തളിക്കാരിയായിട്ട് പോലും അവരെടുക്കൂല. പിടികിട്ടി. എന്തോന്നു പിടികിട്ടി? അസൂയ. എനിക്കാ? ഞാൻ എന്തിനടി അസൂയപ്പെടണേ? എന്റെ പൊന്നു മോളെ, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ 10-18 വർഷമെങ്കിലും ആയി കാണുമല്ലോ. നീ എവിടെ വരെ പറയൂന്ന് എനിക്കറിയാം. റിങ്കി, നീ കണ്ണാടി ഒന്നും നോക്കാറില്ലേ റിങ്കി? നിന്റെ ഇപ്പോഴത്തെ കോലം നോക്ക്. നീ പണ്ട് എന്ത് സുന്ദരിയായിരുന്നു അറിയൂ. ഇപ്പൊ നോക്കൊരു മരി ചുളിവും വന്ന് കുരുവും വന്ന്. നോക്കുന്നുണ്ടോ? നെറ്റിയിൽ അവിടെയൊക്കെ ചുളിവ്, ഇവിടെ കണ്ട കുരു, പിന്നെ മൊത്തം പാട്. അയ്യേ, എന്തൊരു കോലം ഇത്! കൊള്ളൂല റിങ്കി, കൊള്ളൂല. കവർഗാളാക്കാനൊന്നും നിന്നെ കൊള്ളൂല. വേണമെങ്കിൽ സൈഡിൽ എങ്ങാനാണ് ചെറിയൊരു ഫോട്ടോയില് പാസ്പോർട്ട് സൈസ്, അത് വെക്കാം. ഇത് കൊള്ളൂല. 2 ദിവസത്തിനുള്ളിൽ ഫോട്ടോഷൂട്ട് ഉള്ളതാണ്. എന്ത് ചെയ്യുന്നു? എന്റെ മഞ്ഞക്കരു അല്ല, വേണ്ട. മഞ്ഞക്കരു പൊട്ടിയ ബുൾസ് കഴിക്കാൻ പാടില്ല, ഐശ്വര്യക്കേടാണ്. വേറെ ഉണ്ടാക്കാം.